ആ ഒരു സ്ട്രഗിളിൻ്റെ എല്ലാം കൂടെ പീക്കായിരുന്നു ഇന്ന്. അതെല്ലാം കൂടെ പൊട്ടിത്തെറി എല്ലാം കഴിഞ്ഞ് അതൊന്ന് റിലാക്സായി റെഡിയായി ചില്ലായി വരാണ്. സോ താങ്ക് യു സോ മച്ച് ഫോർ വെയിറ്റിംഗ് ഫോർ സോ ലോങ്. ആൻഡ് എനിക്ക് തോന്നുന്നു ഇവിടെ എല്ലാവരും ചാമ്പ്യോട് ഒരുപാട് വർഷത്തെ കണക്ഷനുള്ള ആൾക്കാരാണ് അല്ലേ? ചേച്ചിയൊക്കെ 10 വർഷം തന്നെ 10 വർഷത്തെ കണക്ഷനാണ് എല്ലാവർക്കും. ആ 10 വർഷം കൊണ്ട് എനിക്കും അതെ, ഞാൻ കുട്ടിയായിരുന്നു, എനിക്കും 10 വർഷത്തെ കണക്ഷനാണ്. എൻ്റെ അമ്മയുടെ ഫ്രണ്ടാണ്. അപ്പോൾ ജാൻപയുടെ കുറേ കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം. ജാൻപയുടെ ഡ്രാമ, ജാൻപയുടെ പൊട്ടിത്തെറി, ബഹളം എല്ലാം അറിയാം. ആ പൊട്ടിത്തെറിയും ബഹളമൊക്കെ തന്നെയാണ് ഇന്നും ഇവിടെ നമ്മളെല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതൊട്ടും ഒരു ഫോർമൽ ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ അല്ല, ഒരു ഫാമിലി ഗെറ്റ് ടുഗെദർ. അങ്ങനെയാണ് ജാൻപി ഫംഗ്ഷനെ ഇത് പ്ലാൻ ചെയ്ത സമയം മുതൽ ജാൻപി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഒരു ഫാമിലി ഗെറ്റ് ടുഗെദർ ആണ്. ഞാനിവിടെ കേരളത്തിൽ വന്നിട്ട് ഞാൻ എല്ലാവരും എനിക്ക് തന്ന സ്നേഹമുണ്ട് 10 വർഷം കൊണ്ട്. ആ സ്നേഹം ഞാൻ ഒരു ചെറിയ ഇവൻ്റായിട്ട്, ചെറിയൊരു ഗെറ്റ് ടുഗെദർ ആയിട്ട് ഞാൻ റിട്ടേൺ ചെയ്യാണെന്നാണ്. അപ്പോൾ ഈ സ്നേഹം തരാൻ വേണ്ടി വന്ന ആൾ കുറച്ച് നമുക്ക് പോസ്റ്റ് So 1 month they are putting only saline to 4. I have to stand up. When I came, I was like shit and no money, nothing. And they paid me 1 month 900 rupees. 900 for 1 month and 9 months how much? 8,100 for 9 months. That is for show. But in 3 months we have to do rehearsal. And 1 day 4 stage show. So 1,080 so. ആധാർ കാർഡ് കിട്ടി. ഞാൻ പോയിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് തരണം ആധാർ കാർഡ്. ഞാൻ പറഞ്ഞു 10 വർഷം ആവാടായി, എനിക്ക് വേണ്ടേ. നല്ല ചിരിച്ച് പിറ്റേ ദിവസം എനിക്ക് കിട്ടി. इन लोगों का अभी तक नहीं मिला. कौन मैं? वो बहुत है बाकी. रंजू आई आकर वो जो बच गई उसको पकड़ो. अभिनंदन उसको देखा. सी दीपिका पादुकोण She is my sister. Then sister എന്ന് പറയുമ്പോൾ ഞങ്ങൾക്കൊരു ഫാമിലി ഉണ്ട്. ആ ഫാമിലിയുടെ എൻ്റെ ഇളയ സഹോദരിയാണ്. ഞങ്ങൾക്ക് കുറേ മക്കളുണ്ട്. അവളെ അവരെല്ലാവരും വിളിക്കുന്നത് കുഞ്ഞമ്മ എന്നാണ്. അപ്പോൾ കുഞ്ഞമ്മ ഇപ്പോൾ വീട്ടിലേക്ക് കയറി വരുമ്പോൾ തന്നെ എല്ലാവർക്കും പേടിയാണ്, ഭയങ്കര പേടിയാണ്. ഇവിടെ വരുന്നു എന്ന് പറയുമ്പോൾ പെട്ടെന്ന് വീട് ക്ലീനാക്കും, അടുക്കള വൃത്തിയാക്കും, ചായ ഇടാനുള്ള പാലൊക്കെ റെഡിയാകും. കാരണം ഇവള് ഫസ്റ്റ് വരുമ്പോൾ ചായ താടി, പിന്നെ ചെറുതാടി എൻ്റെ അടുത്തല്ല പിള്ളേരെടുത്ത് ഭയങ്കര ഷൗട്ടിങ് ആണ്. ബട്ട് ഞാൻ പറഞ്ഞതുപോലെ ഞങ്ങൾ ഇതുവരെ ഒരു മേക്കപ്പിനെ കുറിച്ച് ഇതുവരെ ഞങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടില്ല. ഒരു ആർട്ടിസ്റ്റിനെ പറ്റി ഞങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടില്ല ഒരിക്കലും. മഞ്ജു ചേച്ചിയാണെങ്കിൽ ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്നു, ജാനു വർക്ക് ചെയ്യുന്നു, ഇന്നലെ നീ വർക്ക് ചെയ്തു, അത് ശരിയായില്ല, ഇത് ശരിയായില്ല, അങ്ങനെയുള്ള ഒരു കംപ്ലൈൻറ്റുകളോ ഒരു ടോപ്പിക്കുകളോ ഞങ്ങൾക്കിടയിൽ ഇതുവരെ വന്നിട്ടില്ല. ഞങ്ങൾ ഓൺലി സംസാരിക്കുന്നത് ഞങ്ങളെ പറ്റിയാണ്. നാളെ നമ്മുടെ ഫ്യൂച്ചർ എന്താണ്, നമുക്ക് എന്താ ചെയ്യേണ്ടത്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ പറ്റി, സർജറിനെ പറ്റി, ബ്യൂട്ടിനെ പറ്റി, ഇതൊക്കെ ഞങ്ങൾ സംസാരിക്കത്തുള്ളൂ. ഇപ്പം ഞാൻ എവിടെയെങ്കിലും പോയിട്ട് വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ഞാൻ വാങ്ങിയിട്ട് വരുമ്പോൾ
അവൾക്ക് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ അവൾ പോയിട്ട് വരുമ്പോൾ എനിക്ക് തരുമ്പോൾ മാത്രമാണ് നമ്മളത് എന്താണെന്ന് അറിയുന്നത്. അപ്പോൾ എനിക്ക് ഇന്നലെ എൻ്റെ ജീവിതത്തിൽ ജാനു ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഇന്നലെ കണ്ടു. കരഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആസ് എ സിസ്റ്റർ അത് എങ്ങനെ ഫേസ് ചെയ്യണമെന്ന് എനിക്ക് നമ്മളത് എങ്ങനെ ഫേസ് ചെയ്യണമെന്ന് എനിക്കും രഞ്ജനിക്കും മാത്രമേ അറിയത്തുള്ളൂ. എനിവേ ഐ ആം സോ ഹാപ്പി ടു ഹിയർ മ്യൂസിക്. Shashank was always very close to me. Anything I'll do, if I'll do drama also, how much drama, still fine. You have to ask if this is real. Only one person can tell this. I always say you don't laugh. And this is the hand when I first time met. तो मैं देखा ऐसे उसको, उसके बाद मैं पूछा, वो जब हिंदी में बात करने लगा मैं सोचा मुझे कोई तो मिल गया यार, यार ये केरला में आके नो इंग्लिश नो हिंदी ओनली मलयालम तमिल में क्या हाँ. तो हैंड वाज विथ मी every moment and I always have a special place for hand. हाँ वो तो बोलने की बात नहीं, हम दोनों का झगड़ा देखेंगे तो लोग मरेंगे. और डालू बेबी को मैं हैंड के वजह से मिला. डालू इज माय सेकंड फ्रेंड और मैंने उसको ऐसा गिफ्ट दिया किसी ने किसी को जिंदगी भर में नहीं दिया होगा. अब वो मैं कैसे बता दूं, सिर्फ एक फ्लावर ही था, बाकी कुछ नहीं था उधर. So I'm going to tell our all secret, okay? Brandy. Not everything, okay? You have to make control something. Sometimes slip of tongue, please. तो हमारा ये जो सीक्रेट निकालने वाले हैं पहले रंजनी जी के सामने मैं तो मुंह थोड़ा सा बंद करके मैं शशांक बहुत ज्यादा साइलेंट करेंगे. ये सब कुछ पर्दाफाश किया अविनाश ने. पहला दिन पहला शूट होटल हॉलीडे में ही. How many hairstyles we did? 27 hairstyles. 27 hairstyles. 27 hairstyles we did one day. One day. फिर पूर्णिमा जी के साथ तो मेरा इतना क्लोज, हमने अविनाश ने हेयर भी जलाया. Did you remember that? पूर्णिमा जी this middle hair not there. This much small. Asim, what you did by? Then I was thinking, why is this cutting middle hair? I said, पूर्णिमा जी बाल में क्या हो गया? कुछ नहीं हुआ. मैं बोले इधर से क्यों निकाला? किधर से? मैं बोले इधर से. ऐसे से थोड़ा टूटा है. मैं बोला हाँ. काल मेरा बाल जलेगा ये बता. अविनाश से जला. Yeah, how would I know? और हैंड का सबसे अच्छी बात है, हम कितना भी झगड़ा करें, कितना गंदी मीन्स आपको सोच भी नहीं सकते कितना गंदी गल है, बट एक बार देख लिया तो बेबी दैट्स इट. थैंक यू. मैं पूछा, जब पहली बार मैं देखा तो मैं इनको क्या पूछा बताऊं, बोल ही दूं. मैंने बोला ये कितना बॉयफ्रेंड है. अरे तुझे कैसे पता चला? उसका रिएक्शन. दिस इज माय थैंक यू. डालू बेबी साउथ इंडिया's one and only choreographer. हाँ जरा देता ही नहीं, मैं क्या बोलूं, मैं सबको थैंक यू बोलूं. हाँ बोल. तो मेरे बारे में ഞാൻ ജാനുവിനെ കാണുന്നത് ജാനു കേരളത്തിൽ നാലാമത്തെ ദിവസത്തിലാണ്. അപ്പോൾ വി ഹാഡ് എ ഷൂട്ട് പോർട്ട്ഫോളിയോ, സോ ഐ മെറ്റ് ഹർ. സോ till my life nobody have asked me this question. They have asked me a lot of things like where you're from, are you from Kerala, are you from out north or something, but once the question what she asked me like how many boyfriends you have. So at first glance she understood what is me. So that was the greatest. Directly she asked me, I was like shocked, like how like you
तुझे देख के नहीं पता चला Same plant, that's why same plant. Same Oh, even धोया हुआ तुलसी का पत्ता है ना. थैंक यू जानवी फॉर बीइंग विद अस और मैं ज़्यादा क्या बोलूँ, सब तालू बेबी इज देयर एंड वन एंड ओनली साउथ इंडियन कोरियोग्राफर. Every time I never seen any angriness on the face. Baby, that is the angry. I don't know. Doctor, I'll introduce one very, very, very beautiful and greatest human being. I met her, and you know, for patience, she resigned her job. Who will do that? Her profession. Come, doctor, please. I'll introduce you. This is Dr. Anjana. Such a beautiful soul. Only because of one patient, she resigned her job and she opened her own clinic. Because that place, people wants to spend the money, but this person has saved that girl. Thank you, doctor. और ये അത് കേരളത്തിൻ്റെ ഒരു മേക്കപ്പ് ബ്രേക്ക് ചെയ്തിരിക്കുന്നത് ജാനുവാണ്. ഹാറ്റ്സ് ഓഫ് ടു ജാനു ഫോർ മേക്കിംഗ് ദാറ്റ് ബ്രേക്കപ്പ്. അത് മേക്കപ്പിൻ്റെ ഒരു ബ്രേക്ക് കൊണ്ടുവന്നു സംതിങ്. കാരണം നമ്മൾ ചെന്നൈയിലും ബോംബെ ബാംഗ്ലൂരൊക്കെ മോഡൽസിൽ നമ്മൾ ഷോ ചെയ്യുന്ന സമയത്തിലായിരുന്നു ദറ്റ് റെഡ് ലിപ്സ്റ്റിക് ട്രെൻഡ് ജാനു പ്രോഫിറ്റിംഗ്. ആൻഡ് ദ ഹൈ കോൺട്രോളിങ് അതൊക്കെ ഒരു ട്രെൻഡ്, അത് മേക്കപ്പിൻ്റെ ഒരു ബേസിക് ട്രെൻഡ് ബ്രേക്ക് ചെയ്ത് ദിസ് ഇസ് വാട്ട് ലൈക്ക് ദ ഒരു മേക്കപ്പിൻ്റെ ഇത് കൊണ്ടുവന്നത്. താങ്ക്സ് ഓഫ് ജാനു, താങ്ക് യു സോ മച്ച്. ആൻഡ് യു ആർ അവർ ഗേൾ, വി നീഡ് യു. കാരണം ഒത്തിരി പ്രശ്നം ഉണ്ടായ സമയത്തും സ്റ്റാർട്ടിങ്ങിലൊക്കെ ഒത്തിരി പ്രശ്നം ഉണ്ടായ സമയത്തും വി ടുക്ക് സ്റ്റുഡൻറ്റ് ഫോർ ഹർ ആൻഡ് ദാറ്റ്സ് ഷീ ഈസ് ഗുഡ്. Good evening, everyone. It's a very, very emotional and exciting day for me because Jan പറഞ്ഞല്ലോ കുറേ സ്റ്റോറീസ് നമ്മൾ കേട്ടു. കൂടുതലൊന്നും സംസാരിക്കാൻ എനിക്ക് തോന്നുന്നില്ല because everybody will have stories about Janvi. കഴിഞ്ഞ ഒരു 10 വർഷമായിട്ട് I've known this woman. From the first day I've met her, I feel she's not. I'll have to keep it a little small. I'm just not very well. I can't talk much. So this drama queen. कहाँ से शुरू करूँ? പത്ത് നച്ചുവിനെ ഇങ്ങനെ കയ്യിൽ ഒക്കത്തെടുത്തിട്ടാണ് ജാനു എനിക്ക് ആദ്യം അങ്ങോട്ട് മേക്കപ്പ് ഇടുന്നത്. സോ ഐ റിമെമ്പർ ക്യാരിങ് ദ ലിറ്റിൽ ചൈൽഡ് ഫോർ ദിസ് ഫോട്ടോ ഷൂട്ട് ആൻഡ് then she was like, can I hold her? And I was like, yeah. And then that's it. From that day till last 42nd birthday of mine, which is like day before yesterday. The moment Janu walks in, there is this Nachu floating towards her. They have a beautiful relationship. I mean, because we are all talking about work and we know what she is, we know what her energy is, we know a lot of things about her work side. I thought I might as well put some light towards another side of her, which I have witnessed and I have, which has actually made me think, which has actually made me feel very emotional. Because they say that a child holds so much of innocence and the child understands the energy, the child understands everything about the other person till they reach a certain age. I saw that. I saw my little daughter experiencing it, showering the love on her, love towards her, making her feel comfortable, coming back and asking me questions, and having her own answers before I couldn't give her an answer. So I personally feel that it takes a lot for a person. It takes a lot for their energy to make another person, regardless of the factor of your gender, age, sex, religion, whatever, the other person to feel connected. And Janu has that, and that's why we are all here today. Beyond her work, beyond what she is, we are here today because we know we have the soul connect. And we feel it's equally important for us to be here today because for her,
being here for 10 years is also equally as important for us because she has actually been a part of us for past 10 years, which we value, and that's why we're here. Yeah, so Janu, and Janu apparently has a very special place in our kitchen. बिकॉज जानू की चाय में थोड़ा तड़का ज़्यादा चाहिए क्योंकि मसाला ज़्यादा चाहिए, इंजी ज़्यादा चाहिए, सब कुछ उसे ज़्यादा ही चाहिए. और रामू को पता है, रामू knows what is the correct mix of a tea, and वो वैसी चाय मुझे भी नहीं मिलती. So yeah, so that's about Raju. I'm so proud. I'm so happy, like Ranjini said, none of us have actually thought that, okay, we should have an event like this, we should call over our best of people. And I mean, what I really want to tell you here is all of us, we all know, we hear it so much that, the power in your hand is the power of now. This is what it is. This is the power of now. She knows what's the power she has in her hand, is her present, and how many of us choose to celebrate her? She chose to celebrate. Because she believes that it's the moment that's been created by her, and we all create our reality, and that's what we see what Janu is doing here. And she's created her life, the stories that she has said. We know that how beautifully she has manifested what today for her. And this is a way of life. You live your moment to the fullest, you enjoy it, you experience it, and you just celebrate it. And when she chose to celebrate, she chose to call all of us, and that means a lot. Thank you so much, Janu. I love you. Now that we don't need to say it. She'll always say the same. But she's waiting for Nachu to get into movies because she's already planned her career till then. And from then, she's already planned another set. So they have their own discussions, Said, kab jari. Exactly. And Nachu will also teach her. This is not the way to go. और आज कोई मुझे थैंक यू नहीं बोलेगा. She says, step up, Janu, step up. Honest. അതിപ്പം സങ്കടമാണെങ്കിലും സന്തോഷമാണെങ്കിലും ആരഗൻസ് ആണെങ്കിലും അഭിമാനമാണെങ്കിലും എന്ത് ഇമോഷൻ ആണെങ്കിലും അത് മുഖത്ത് അപ്പം തന്നെ നമുക്ക് കാണാനും പറ്റും, നമുക്കത് മനസ്സിലാക്കാനും പറ്റും. ആൻഡ് ഐ തിങ്ക് ഷീ ഈസ് ലിവ്ഡ് ഹർ ലൈഫ് honestly, and as a trans person ee logathu to live that confidently from a 14-15-year-old vayassu, that's not easy. Enikku aa oru confidence varan it took me about my mid-20s, and our journey was not easy at all because I had our problems. Everybody has their own problems, but for a person of this particular gender to live her life chappat bhadke the way she wanted to, and to come to another state and do it even better, and actually create a revolution in the state, inspiring so many people who had doubts in their head, should I not, how will I? അതൊക്കെ ക്ലിയർ ചെയ്യാൻ I truly believe that in Kerala, in the Kerala scenario, the LGBT community, who is probably the greatest trailblazer, എൻ്റെ അടുത്ത് ചോദിച്ചാൽ I will hands down say it's German. There's no doubt about it. We had to have somebody come from Assam to do it for us because, I mean, Renju will agree with me. I'm sure Renju is because നമ്മൾ ഈ ഒരു ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്ത് തുടങ്ങിയിട്ട് നമുക്കറിയാമല്ലോ all our experiences, നമ്മൾ കുറേ ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്യും. Even whether it's dressing, there are people who are not sure. എന്നെ ജഡ്ജ് ചെയ്യുമോ, എൻ്റെ ഫാമിലി എന്നെക്കുറിച്ച് എന്ത് പറയും, എൻ്റെ കൂട്ടുകാരെന്ത് പറയും. ബിക്കോസ് ഫസ്റ്റ്ലി കുറച്ച് നാൾക്ക് മുമ്പ് ഇറ്റ് വാസ് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ്. ഇന്നത്തെ അത്രയും ഒരു അറിവോ ഇൻഫർമേഷനോ ഒന്നും ഈ ഒരു കമ്മ്യൂണിറ്റിനെ കുറിച്ചില്ല. ദർ ഇസ് LGBT പറഞ്ഞാൽ പോരാന്ന് എനിക്കറിയാം. I know there is LGBTQIA അവരുടെ കൂടെ ഉണ്ടോ, എന്തൊക്കെയുണ്ട്. ശീതളിനെ ഞാൻ പെട്ടെന്ന് നോക്കി, ഞാനും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. Every day is education and knowledge for me because it keeps growing because they're all just realizing, they're just learning, they're just getting aware about themselves. And to see the world actually come out in all honesty means that people are now
സ്റ്റോപ്പ് ബീങ്, ദേ നോട്ട് സ്കെയർഡ് എനിമോർ. പണ്ട് ജീവിക്കാൻ പേടിച്ച് ജീവിച്ച ആൾക്കാരാണ് നമ്മളൊക്കെ. ഇന്ന് ആ പേടി പതുക്കെ മാറിപ്പോയി. ആൻഡ് ആ ഒരു ഏരിയയിൽ ഐ തിങ്ക് ജർമ്മനി ഈസ് എ ട്രെയിൽ ബ്ലേസർ. ആൻഡ് നോട്ട് ജസ്റ്റ് ജർമ്മനി, there's Renju here, there's Avinash here, Shashank here, Deepti here, Sheetal here, everybody who is part of that community. Today I feel like we shouldn't separate it anymore. We are all just human, we are all just emotional people, we love each other, and I think Janmari bringing all of us together here is not a small thing. Okay, I know how much this girl has suffered. ഈ ഒരു പരിപാടി നടത്താൻ ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ പോലും ബോദർ ചെയ്തിട്ടില്ല. There are people with 25-30 years of experience in their individual fields. We are either too lazy or too picky or we are not bothered about this. അത്രയും സ്നേഹം എനിക്കില്ല ആൾക്കാരോട്. It's a fact. I don't think that it's crazy. I cannot understand that level of wanting to give back, and that is the only driving force for her. 10 വർഷമായിട്ട് കേരളത്തിൽ വന്ന് എന്നെ സ്നേഹിച്ച് എനിക്ക് ജോലി തന്ന ആൾക്കാർക്ക് എനിക്ക് എന്തെങ്കിലും തിരിച്ചു കൊടുക്കണം. അതെൻ്റെ സ്നേഹമാണ്. പക്ഷെ അവരെ ഇങ്ങനത്തെ ഒരു exactly this. She wanted to have a round table seating. She wanted everybody to look glam. She wanted to wear red sari. She wanted to play Bijli Ki Rani Main Hu Aayi, Bijli Ki Rani Main Hu Aayi. Log kehte hain tujhko Hava Hawaii. But anyway, I love you, Janmari. I know there are plenty of people to say a lot of lovely things about you. I'll always be there for you. And yeah, it's good that you're scared of me. Oh, nothing. First shoot, he was so nervous. मैं बोला सीधा करना नहीं तो नल्ला तेरी तारू अतरे उल्लू. And उसके लिए beautiful. उसको मुझे थोड़ा सा लगा. मैं बोला मैं बता दूंगी. तो करना he had done light up what I said. And then I'm fixated. I called him 1 o'clock. I said after 2 days one shooting there doing. So like that we had done everyone. And then why we are running behind of the seeing this one person is doing so beautiful makeup, we have to see putti adichittu nalla eyeshadow adichittu angane endha veno, we can make it natural. When people will say this, wow, not say hey, this too is different or so I always thought that from long time, and I love that Ravi Verma's painting, how he painted, and I always think how that person was like this, or he's made it. First time I tried for Manjuji, for Shakuntala, one Natakam was there in Trivandrum, and I did it. That person said, "Don't do like this. Maybe it will." I said, "No, stage." And Manju ji मुझे पूछा तुम कहाँ देखा? मैं बोला 3 दिन से सोने के टाइम पे एक ही काम करती हूँ, वो शकुंतला को दिखती रहती हूँ ऐसे करके खड़ा होके. So I always feel that without makeup also this looks so good. And आकर Priyadarshini sir मंजू जी को पूछा मेकअप जानो है क्या बोल के. मंजू जी पूछा कि तुमको कैसे पता है? ऐसा मुझे पता नहीं. तो वापस जब उन्होंने आया, मुझे याद है ना तुमने ये क्या बोलते हैं लिसी का मेरी बेटी का मेकअप किया था, वो तुम्हारा पहला काम था, तुम्हारा इंटरव्यू हमने देखा. मुझे पता नहीं, किसी को तो नहीं दिखते हैं. दीक्षणे सीजा नहीं, दीक्षण का वाइफ का नाम भी है. उन्होंने केक खाने के लिए हाँ वो पता है मुझे, देंगे खाने के लिए देंगे, बट इतना ब्यूटीफुल सामान निकल रहा है ना. अयो कुछ ऐसे भी नहीं यहाँ से निकलेगा. तो कम नाउ जस्ट शो दैट लुक ऑफ द थिंग्स व्हाट वी आर वेटिंग. कम. സോ കുറേ സമയം ജാൻപ 10 വർഷത്തെ എക്സ്പീരിയൻസ് പറയായിരുന്നു. ജാൻപയുടെ കുട്ടിയാണ് ഈ കലണ്ടർ. അങ്ങനെയാണെങ്കിൽ രഞ്ജിനി ചേച്ചി ഒരു കുഞ്ഞമ്മയാണെന്ന്. അപ്പോൾ നമ്മളെപ്പോലെ രഞ്ജിനി ചേച്ചി കുഞ്ഞമ്മയാണല്ലോ, കുഞ്ഞമ്മ വെയിറ്റ് ചെയ്യാണ് ആ കുട്ടി ഒന്ന് ഡെലിവറായി കാണാൻ വേണ്ടിയിട്ട്. സോ നമ്മളിവിടെ കലണ്ടറിന് ഒരു ഡിജിറ്റൽ ലോഞ്ചാണ് ചെയ്യുന്നത്. സോ യാ ഗോ ഫോർ ഇറ്റ്.
എല്ലാവരും വന്ന് ജാൻബ വന്നില്ലേ? രണ്ട് സ്റ്റൈലിസ്റ്റാണ് ജാൻബനെ അവിടെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ സ്ക്രീനിലെ ജാൻബയുടെ ഡ്രീം കലണ്ടർ എന്നുള്ളൊരു ഡ്രീം പോലെ തന്നെ ജാൻബയുടെ വലിയൊരു ഡ്രീമാണ് ജാൻബയുടെ സ്വന്തം ബ്രാൻഡ്, ഒരു കംപ്ലീറ്റ് ബ്രൈഡൽ ഡെസ്റ്റിനേഷൻ. സോ അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ടുള്ള ലോഗോ ലോഞ്ചാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. Love these two person. They had made it, and because they had suffered. Arun. And you know what? Was lots of designers. Sabri भी है मेरे साथ, but मैंने हमेशा इसको क्यों सोच करता बताया? वो कुछ साबरी नहीं चाहेंगे, ओके जाने पर तो पुन ऐसे का भूल जाती है. बट अरुण, मैं बोलूँ अरुण काल मुझे ये चाहिए बना के देता. And why? Because he is so professional. I never say like anyone साबरी बुरा मत मानना, तू बहुत ज़्यादा स्टाइलिश है क्योंकि तुम सच में अच्छा है. बट मुझे अरुण को ज़्यादा पसंद है. ये मेरा भाई है. He is my brother to me, and you know like he was a chief designer for Manish Malhotra. मुझे सबसे डर लगा क्या बोला पता है पूर्णिमा जी आना चाहिए इवन पूरा ब्लैक का है that moment I felt wow और विदाउट ये सब लोगों के बिना मैं कभी नहीं कर पाता. love you everyone, thank you for coming up और जल्दी हम मिलेंगे. और मैं आज बहुत कॉन्शियस किया शायद मुझे पता नहीं मैं बहुत ट्रेनिंग थी. So this is hey hello Madhavi Wangama. तो ये लड़की बहुत स्वीट है पर मैंने बहुत जलाया है. This is so good. See, I'm so sorry. It's so good. It's so pregnant नहीं है. दादर तीन दिन से खाना नहीं खाया मुझे पता है. Thank you. ए बाबी कहाँ गया? पहुँचा ही नहीं. उसका गाड़ी बैकग्राउंड के रास्ते में पड़ा हुआ है. भगवान कोई भी पूछो तो कोई भी नहीं खाता है डर के मारे. तो अभी चले केक कटिंग करना है ना. वही कहते केक कट आया नहीं ब्लैक केक मैंने आलिशा लाई थी. ब्लैक केक की फर्स्ट आइए रंजीत जी सब लोग आइए. काटो जल्दी जल्दी काटो खत्म करो. अविनाश
Another step, another step.